റോമിൽ സെപ്റ്റംബർ 10-11 തീയതികളിൽ നടക്കുന്ന 13ാമത് ഇന്റർനാഷണൽ സുസ്ഥിര വികസന സമ്മേളനത്തിലേക്ക് തൃത്താലയെ മാതൃകയായി തിരഞ്ഞെടുത്തതെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത ഏക കേസ് സ്റ്റഡി സുസ്ഥിര തൃത്താലയാണെന്ന് മന്ത്രി പറഞ്ഞു. യൂറോപ്യൻ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റിയും കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ചേർന്ന് നടത്തുന്ന കോൺഫറൻസിലാണ് സുസ്ഥിര തൃത്താലയെ തിരഞ്ഞെടുത്തത്. ഗ്രാമീണ ഇന്ത്യയിലെ സംയോജിതവും പങ്കാളിത്ത സ്വഭാവമുള്ളതുമായ ഒരു സുസ്ഥിര വികസന മാതൃക എന്ന നിലയിലാണ് കോൺഫറൻസിലേക്ക് സുസ്ഥിര തൃത്താലയെ തിരഞ്ഞെടുത്തതെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ ഏജൻസീസ് എല്ലാം ചേർന്ന് നടത്തുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന് നമ്മൾ സുസ്ഥിര തൃത്താലയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക കേസ് സ്റ്റഡി സുസ്ഥിര തൃത്താലയാണ് എന്ന കാര്യം സുസ്ഥിര തൃത്താല സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ് അറിയിച്ചു. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സുസ്ഥിര തൃത്താല പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി തൃത്താല മണ്ഡലത്തിലെ BPL കുടുംബങ്ങൾക്കായി സൗജന്യമായി കിണർ റീചാർജിങ്ങും സൗജന്യമായി സോക്പിറ്റ് നിർമ്മാണവും നടത്തും. മണ്ഡലത്തിലെ കർഷകരുടെ ഡീസൽ വൈദ്യുത പമ്പുകൾ PM കുസും പദ്ധതി പ്രകാരം സൗരോർജ്ജമാക്കി മാറ്റും. ഹരിത ഓണം പ്രാവർത്തികമാക്കുന്നതിന് പുറമെ പ്രതിവാര ശുചീകരണവും പദ്ധതിയുടെ ഭാഗമായി ഉറപ്പാക്കുമെന്നും മന്ത്രി എം.പി. രാജേഷ് അവലോകന യോഗത്തിൽ അറിയിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി 7 ടണ്ണോളം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുകയും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 31 മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിളവെടുപ്പ് ജനകീയ ഉത്സവമായി നടക്കും. കാർഷിക കാർണിവൽ സെപ്റ്റംബർ 1 മുതൽ 3 വരെ പടിഞ്ഞാറങ്ങാടിയിൽ വരെ നടക്കും. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, പാടശേഖര സമിതികൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവരുടെ പിന്തുണയോടുകൂടിയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രദർശന വിപണനമേള, കാർഷിക പ്രദർശനം, കാർഷിക സംരംഭകരുടെയും പ്രൊഫഷണലുകളുടെയും സംഗമം, കാർഷിക സാഹിത്യോത്സവം, പുസ്തകോത്സവം, കാർഷിക സെമിനാറുകൾ, സംവാദങ്ങൾ, പ്രാദേശിക കാർഷിക തനത് സാംസ്കാരിക പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഓണം കാർണിവൽ ലോഗോ പ്രകാശനം ചെയ്തു. യോഗത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, അസിസ്റ്റന്റ് കളക്ടർ രവി മീണ, നവകേരള മിഷൻ കോർഡിനേറ്റർ P. സൈദലവി, വിവിധ വകുപ്പ് മേധാവികൾ, പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.